നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ വീഡിയോ കഴിഞ്ഞ ദിവസം സ്വന്തം മകനെയും കൂട്ടി കാമുകൻ്റെ ഒപ്പം ഒളിച്ചോടിപ്പോയി എന്ന് പറയുന്ന ഷഹില ഷെറിൻ്റെ വീഡിയോ ആണെന്നാണ് പറയുന്നത്. അവർ രണ്ടുപേരും കൂടി കുഞ്ഞിന് സാധനങ്ങൾ മേടിക്കാനായിട്ട് ഒരു ഷോപ്പിൽ കയറിയപ്പോൾ അവിടുത്തെ ഷോപ്പിലെ CCTVയിൽ പതിഞ്ഞ കാര്യങ്ങളാണ് ഈ കാണുന്നത്. നിങ്ങൾ ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്ക്. ഷഹല ഷെറിനെ കുറിച്ചുള്ള വാർത്ത നിങ്ങൾ അറിഞ്ഞു കാണുമല്ലോ. ഇപ്പോൾ കുറച്ച് ദിവസമായി അവരുടെ വാർത്തയാണ് സോഷ്യൽ മീഡിയയിൽ വൈറൽ. ഷഹല 7 വയസ്സുള്ള സ്വന്തം മകനെയും കൊണ്ട് കാമുകൻ്റെ കൂടെ ഒളിച്ചോടി. ഒരു മൊബൈൽ ഷോപ്പുകാരനാണ് കാമുകൻ. ഭർത്താവ് ഗൾഫിലാണ്. അദ്ദേഹം കൊണ്ടുപോയി കേസ് കൊടുത്തിട്ടുണ്ട്. 2 കുടുംബങ്ങളെ തകർത്തുകൊണ്ട് ജൂൺ 16-ാം തീയതിയാണ് അവർ രണ്ടുപേരും കൂടി ഒളിച്ചോടിയത്. അവർ പോയപ്പോൾ 15 പവൻ സ്വർണം കൂടി എടുത്തുകൊണ്ടാണ് പോയത്. ഭർത്താവ് ഗൾഫിൽ നിന്ന് അയച്ചു കൊടുക്കുന്ന കാശും കൊണ്ട് കാമുകനുമായി ചുറ്റിക്കറക്കമായിരുന്നു പരിപാടി. ഭർത്താവ് കേസ് കൊടുത്തെങ്കിലും അവർ എവിടേക്കാണ് പോയത് എന്നുള്ളതിൻ്റെ ഒരു തുമ്പും കിട്ടിയിട്ടില്ല. അദ്ദേഹം നാട്ടിൽ വന്നിട്ടുണ്ട്. അതിനുശേഷം ചാനലുകൾക്ക് ഒരു ബൈറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ വീഡിയോയിൽ ഭാര്യയെ തിരിച്ചു വേണം എന്ന് അദ്ദേഹം ഒരിടത്തും പറയുന്നില്ല. കുഞ്ഞിനെ വേണമെന്നാണ് പറയുന്നത്. അതിനു വേണ്ടിയിട്ടാണ് അദ്ദേഹം കേസും കൊടുത്തത്. ഷഹല ഇറങ്ങിപ്പോയത് ഒരു മൊബൈൽ വർക്ക്ഷോപ്പുകാരൻ്റെ കൂടാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. അയാൾക്കാണെങ്കിൽ ഭാര്യയും 3 മക്കളും ഉള്ളതാണ്. ഒരു കല്യാണം കഴിക്കാത്ത ഒരാളുടെ കൂടെ ആയിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ഒരു ഡിവോഴ്സ് കഴിഞ്ഞ ഒരാളുടെ കൂടെ ആയിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു എന്ന് ചിന്തിക്കുന്ന സമൂഹമാണല്ലോ നമുക്ക് ചുറ്റും. വീട്ടിലെ പ്രശ്നങ്ങളായിരുന്നു എന്നും ഷഹലയ്ക്ക് അവിടെ ഒരു വിലയും ഉണ്ടായിരുന്നില്ല എന്നൊക്കെയാണ് പുറത്തു വരുന്ന വാർത്തകൾ. അതിൻ്റെ ഒരു വോയിസ് കൂട്ടുകാരിയുടെ ഉണ്ട്. അത് ഞാൻ ഈ വീഡിയോയുടെ ലാസ്റ്റ് വെച്ചേക്കാം. നിങ്ങളതൊന്ന് കേട്ട് നോക്കിയാൽ മതി. എന്തൊക്കെയായാലും അവരുടെ ഇഷ്ടമാണ് ആരുടെ കൂടെ ജീവിക്കണമെന്ന്. പക്ഷേ ഇങ്ങനെ ചെയ്യണ്ടായിരുന്നു. അയാൾ ഒരു പ്രവാസിയല്ലേ. അയാൾ വല്ല നാട്ടിലും പോയി കഷ്ടപ്പെടുന്നത് ആർക്ക് വേണ്ടിയാണ്? ഭാര്യയ്ക്കും മകനും വേണ്ടിയല്ലേ. അവിടെ പോയി കഷ്ടപ്പെട്ട് ഒരു വീടൊക്കെ ഉണ്ടാക്കി ഭാര്യയും മകനുമായി സന്തോഷത്തോടെ ജീവിക്കാമെന്ന് കരുതി വരുന്ന ആ മനുഷ്യനോട് ഇത്തരം ചതി ചെയ്യാൻ പാടില്ലായിരുന്നു. നിങ്ങൾക്ക് ഇഷ്ടമല്ലെങ്കിൽ വേറെ വഴി നോക്കാമായിരുന്നല്ലോ. മാന്യമായിട്ട് ഡിവോഴ്സ് മേടിക്കാം, എന്നിട്ട് ഇഷ്ടമുള്ള ആളുടെ കൂടെ പോകാമായിരുന്നു. ഇതിപ്പോൾ 2 കുടുംബമാണ് ഇല്ലാതായത്. ആ മൊബൈൽ വർക്ക്ഷോപ്പുകാരൻ്റെ ഭാര്യയും മക്കളും ഇനി എന്ത് ചെയ്യും? അവർ ഒളിച്ചോടി പോയിട്ടുണ്ടെങ്കിൽ പിടിച്ചു വലിച്ചു ഒന്നും കൊണ്ടുവരാൻ പറ്റില്ല ഇപ്പോൾ. പിന്നെ അവരോടുള്ള വിയോജിപ്പ് എന്താണെന്ന് വെച്ചാൽ ഭാര്യയും 3 കുട്ടികളുമുള്ള ഒരാളുടെ കൂടെ പോയി എന്നതാണ്. അത് മാത്രമല്ലല്ലോ, കല്യാണം കഴിച്ച് ഭർത്താവും കുട്ടികളുമുള്ള ഒരു സ്ത്രീ അയാളെ പറ്റിച്ചിട്ട് പോകുന്നത് എങ്ങനെ നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റും? അതൊന്നും ആർക്കും ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. ആരൊക്കെ ന്യായീകരിച്ചെന്ന് പറഞ്ഞാലും അതൊന്നും ശരിയായിട്ടുള്ള കാര്യങ്ങളല്ല. ഇപ്പോൾ പക്ഷേ കേസ് കോടതിയിൽ വന്നാലും അവൾക്ക് ഇഷ്ടമുള്ള ആളുടെ കൂടെ പോകാനേ കോടതിയും പറയുകയുള്ളൂ. ഷഹലയുടെ കൂട്ടുകാരിയുടെ ഒരു വോയിസ് ക്ലിപ്പ് ഞാൻ ഈ വീഡിയോയിൽ വെക്കാം. നിങ്ങൾ എന്തായാലും അതൊന്ന് കേട്ട് നോക്ക്. ഹലോ, ഞാൻ നിങ്ങളൊരു വീഡിയോ കണ്ടില്ലായിരുന്നു രാവിലെ. ഷഹലാക്ഷറിനെ കുറിച്ച് ചെയ്തൊരു വീഡിയോ. അപ്പൊ അത് നിങ്ങൾ ഓള് സഫർ ചെയ്ത കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ഞാൻ അത് കണ്ട സമയത്ത് എനിക്ക് നിങ്ങളോട് ഇത് പറയണം തോന്നി. അത് പറഞ്ഞ കാര്യങ്ങളൊക്കെ 100% ശരിയായിട്ടുള്ള കാര്യങ്ങളാണ്. കാരണം ഞാൻ അറിഞ്ഞ വ്യക്തിയാണ്. ഞാൻ അവളെ
ഒരു ഫ്രണ്ടാണ്. ഏറ്റവും അടുത്ത സുഹൃത്ത് തന്നെ പറയാം. കാരണം നമ്മള് ഇങ്ങനെ ഓരോ തവണ സംസാരിക്കുന്ന സമയത്ത് ഓള് പറഞ്ഞ ചില കാര്യങ്ങൾ വെച്ചിട്ട് നിങ്ങളിപ്പോ പറഞ്ഞത് ഞാൻ കണക്ട് ചെയ്തപ്പോ ഭയങ്കരമായിട്ട് അവൾ അനുഭവിച്ച ഒരു കുട്ടി തന്നെയാണ്. പക്ഷെ ഒരിക്കലും ഞാൻ അവൾ ചെയ്തത് ശരിയെന്ന് ഞാൻ പറയുന്നില്ല കേട്ടോ. 100% ചെയ്തത് തെറ്റാണ്. പക്ഷെ എന്നാലും ഓള് ഒരുപാട് അനുഭവിച്ച കുട്ടി. ഇപ്പൊ ഞാൻ കുറെ വീഡിയോസിലൊക്കെ ഞാൻ കണ്ട് പ്രവാസിയുടെ ഭാര്യ കുറെ സുഖങ്ങളൊക്കെ അനുഭവിച്ച് അവനെ പറ്റിച്ച് പോയി എന്നൊക്കെ. പക്ഷെ ആ സുഖങ്ങളൊന്നും അവൾക്ക് കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് സത്യം. ഈ ഒരു വിഷയത്തെക്കുറിച്ച് എന്താണ് നിങ്ങളുടെ അഭിപ്രായമെന്ന് താഴെ കമൻറ്റായി രേഖപ്പെടുത്തണം കേട്ടോ. പിന്നെ എൻ്റെ ചാനൽ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ആരും സബ്സ്ക്രൈബ് ചെയ്യുന്നൊന്നുമില്ല. വീഡിയോ കാണുന്നവരാരും സബ്സ്ക്രൈബ് ചെയ്യാറില്ല. നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി നമുക്ക് പിന്നെ കാണാം.